അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സത്യവിശ്വാസികളെ, പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ, അതിനുവേണ്ടി ഒരുങ്ങിത്തയ്യാറാവാൻ, മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് റമദാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല സത്യവിശ്വാസികൾക്ക് സജ്ജമാക്കിയ പവിത്രമായ 2 മാസങ്ങൾ, ഒന്ന് റജബും ഒന്ന് ഷഅബാനും. ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ റമദാൻ വന്നിട്ട് നന്നാവാം, റമദാനിൽ നല്ലോനാവാം എന്ന് ഒരാളും വിചാരിക്കരുത്. റമദാൻ ഒരാൾക്കും നന്നാവാനുള്ള മാസമല്ല, റമദാൻ സമ്പാദിക്കാനുള്ള മാസമാണ്. അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി സമ്പാദിക്കാനുള്ള മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സലീമായ കൽബുമായി, പാപക്കറകളില്ലാതെ സലീമായ കൽബുമായിട്ട് വേണം നമുക്ക് റമദാനിനെ സ്വീകരിക്കാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ 30 ദിവസത്തെ റമദാനിനെ സ്വീകരിക്കാൻ 60 ദിവസമാണ് ഒരുങ്ങാൻ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതിൽ ഒന്നാമത് റജബാണ്, രണ്ടാമത്തത് ഷഅബാനാണ്. റജബ് ആഗതമായതിന് 2ാമത്തെ പകലിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഈ പരിശുദ്ധമായ റജബ് മാസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല 10 മഹത്വങ്ങൾ കണക്കാക്കിയത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മുഹദ്ദിസീങ്ങളായ ഉലമാ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ റജബ് അത് റമദാനിനെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങേണ്ട മാസമാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ദഖല റജബുൻ, റജബ് മാസമായാൽ, റജബ് പ്രവേശിച്ചാൽ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഇമാം തബ്റാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവേ, റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ആ ബറക്കത്ത് എന്താണ്? റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, വിശ്വാസം കൊണ്ട്, ഇബാദത്ത് കൊണ്ട്, കർമ്മം കൊണ്ട് എല്ലാ നിലക്കും ഒരുങ്ങാനുള്ളൊരു തൗഫീഖ് നൽകണേ അല്ലാഹ്. വബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ ഞങ്ങൾ നീ റമളാനിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റമളാൻ വരും, നമ്മളുണ്ടെങ്കിലും ഇല്ലെങ്കിലും റമളാൻ അതിന്റെ സമയത്ത് വരും. പക്ഷെ ആ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ്. ആയുസ് മാഫിയത്ത് നീട്ടി തന്ന റമളാനിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അപ്പൊ റജബിന്റെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ റമദാനിലെ റജബിന്റെ മഹത്വങ്ങളിൽ 1ാമത്തെ മഹത്വം റമദാനിനെ വരവേൽക്കാൻ ഒരുങ്ങേണ്ട 1ാമത്തെ മാസമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മാസമാണ് റജബ്. 2ാമത്തത് യുദ്ധം നിഷിദ്ധമായ മാസമാണ്. റജബ് മാസത്തില് യുദ്ധം നിഷിദ്ധമായ മാസമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ 36ാമത്തെ ആയത്തിൽ അത് പറയുന്നുണ്ട്. വിശദീകരിക്കുന്നില്ല, വിശദീകരിച്ചാൽ സമയം നീണ്ടുപോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങളിൽ യുദ്ധം ഹറാമാക്കിയിട്ടുണ്ട്. അതിലൊരു മാസം പരിശുദ്ധമായ റജബ് മാസമാണ്. ആ റജബിൽ നിങ്ങളുടെ ശരീരങ്ങൾ അക്രമം പ്രവർത്തിക്കരുതേ എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ആയത്ത് വിശദീകരിക്കുന്നില്ല. അപ്പോ യുദ്ധം ഹറാമായ മാസങ്ങളിൽ ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് എന്ന് പറയുന്നത്. 3ാമത്തത് ആയുധ ശബ്ദമില്ലാത്ത മാസമെന്ന് മഹാന്മാര് സ്വഹാബികളുടെ പ്രമുഖന്മാരായ സ്വഹാബികൾ രേഖപ്പെടുത്തിയ മാസം. പ്രമുഖരായ സ്വഹാബികളെ ജാഹിലിയ കാലത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ വിവിധ രൂപങ്ങളിലുള്ള കൽദൈവങ്ങൾ ഉണ്ടാക്കും. ആ കൽദൈവങ്ങള് എന്നിട്ട് ഞങ്ങളിങ്ങനെ ആരാധിക്കും. അതിനേക്കാൾ നല്ലത് കണ്ടാൽ പഴയത് അവിടെ ഇടും, പുതിയതെടുക്കും. പിന്നെ ഞങ്ങൾ മണ്ണുകൊണ്ട് വിവിധ രൂപങ്ങളിലുള്ളതൊക്കെ ഉണ്ടാക്കും. എന്നിട്ടോ ഇവറ്റങ്ങളെ മുന്നിൽ നിർത്തിയിട്ട് ഇവറ്റങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സ്ഥിരമായി യുദ്ധം ചെയ്യും. ആയുധം താഴെ വെക്കാതെ യുദ്ധം ചെയ്യും. പക്ഷേ റജബ് പറന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആയുധങ്ങൾ താഴെ വെച്ച്, ആയുധ ശബ്ദങ്ങളില്ലാതെ, യുദ്ധത്തിന്റെ പോർവിളികളില്ലാത്ത മാസമായിരുന്നു റജബ് എന്ന് സ്വഹാബികൾ അവരുടെ മുൻകാല ഇസ്ലാമിന് മുമ്പുള്ള കാലത്തെ ഓർത്തെടുത്തുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ആയുധ ശബ്ദമില്ലാത്ത മാസമാണ് റജബ്. 4ാമത്തത് ആദരവിന്റെ മാസമാണ് റജബ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. റജബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അധികരിപ്പിക്കുക, ഇരട്ടിപ്പിക്കുക, ആദരിക്കുക, ബഹുമാനിക്കുക എന്നെല്ലാമാണ്. അതുകൊണ്ട് തന്നെ റജബിന്റെ ദിവസങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ആ റജബിന്റെ ഓരോ ദിവസങ്ങളെയും അർഹിക്കുന്ന ആദരവോടെ, ബഹുമാനത്തോടെ നമ്മൾ കാണേണ്ടതുണ്ട്. 5ാമത്തത്
മഹാന്മാരായ ഉലമാ പഠിപ്പിക്കുന്നുണ്ട്, കൃഷിയുടെ മാസമാണ് റജബ്. ഭൗതിക ലോകത്തേക്കുള്ള കൃഷിയല്ല, ഭൗതിക ലോകത്തേക്കുള്ള കൃഷിയല്ല. അബൂബക്കറുൽ ബൽഖി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്, റജബ് എന്നാൽ അത് കൃഷി ചെയ്യേണ്ട മാസമാണ്, നന്മയുടെ കൃഷി ചെയ്യേണ്ട മാസമാണ്. ഷഅബാൻ എന്ന് പറഞ്ഞാൽ അത് കൃഷിയെ നനയ്ക്കേണ്ട മാസമാണ്. റജബുൻ ഷഹ്റുൽ സറഇ, കൃഷിയുടെ മാസം റജബ്. ഷഅബാൻ റജബിൽ ചെയ്ത കൃഷിയെ നനച്ച് അതിനെ വളർത്തിയെടുക്കേണ്ട മാസം. റമളാൻ ആ കൃഷിയെ കൊഴുതെടുക്കേണ്ട മാസമാണ്. അപ്പോൾ റജബിന്റെ 5ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നന്മയാകുന്ന കൃഷിയെ ധാരാളമായി അധികരിപ്പിക്കേണ്ട മാസമാണ് റജബ്. ഇനി 6ാമത്തതോ, റജബിന്റെ പ്രത്യേകത അത് ഇരട്ടിക്കുന്ന മാസമാണ്. ഇരട്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? റജബിൽ നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം ഇരട്ടിയാണ്, കുറ്റം ചെയ്താലോ അപ്പോഴും അതിന്റെ കുറ്റവും അതിന്റെ അദാബും അതിന്റെ ശിക്ഷയും ഇരട്ടിയാണ്. അന്നൽ മഅസിയത ഫീഹാ അശദ്ദു ഇഖാബൻ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അല്ലെങ്കിൽ ഉലമാ രേഖപ്പെടുത്തുന്നുണ്ട്. റജബ് എന്ന് പറഞ്ഞാൽ ആ റജബിന്റെ ദിവസങ്ങളിൽ തെറ്റ് ചെയ്യല് അശദ്ദാണ്, ഇഖാബൻ ശിക്ഷയാണ്, കഠിനമായ ശിക്ഷ അല്ലാഹു തരും. ചിലപ്പോൾ ദുനിയാവ് തന്നെ കിട്ടും. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വത്വാഅത ഫീഹാ അക്സറു സവാബൻ, റജബിലെ ഇബാദത്തിനാവട്ടെ പ്രതിഫലം കൂടുതലുമാണ്. തെറ്റ് ചെയ്താൽ അതിന്റെ അദാബ് ഭയാനകരമാണ്, അതുപോലെ നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലവും വലിയതാണ്. അപ്പൊ ഇരട്ടിപ്പിന്റെ മാസമാണ് റജബ് എന്ന് പറയുന്നത്. 7ാമത്തതോ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന മാസമാണ്. പരിശുദ്ധ റജബിന്റെ പ്രത്യേകത ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, 5 രാത്രികളിൽ ദുആക്ക് ഇജാബത്തുണ്ടെന്ന്. ആ 5 രാത്രികളിലെ ഒരു രാത്രി റജബ് 1ന്റെ രാത്രിയാണ്, കഴിഞ്ഞുപോയി അല്ലേ? റജബ് 1ന്റെ രാത്രിയാണ്. അപ്പോ റജബിലെ ദുആകൾക്ക് ഇജാബത്ത് ലഭിക്കുന്ന മാസമാണ് റജബ് എന്ന് പറയുന്നത്. മറ്റുള്ള മാസങ്ങളിലൊക്കെ ദുആക്ക് ഇജാബത്ത് കിട്ടൂല എന്നല്ല ഈ പറയുന്നത്. റജബിനൊരു പ്രത്യേക ഇജാബത്ത് അല്ലാഹു സുബ്ഹാനഹു തആല കണക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനി 8ാമത്തെ മാസം ഏതാണ്? ഒരു നോമ്പിന് 30 നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് റജബ്. റജബിലെ ഒരു നോമ്പിന് 30 നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല കണക്കാക്കി വെച്ചിട്ടുണ്ട്. وقال النبي صلى الله عليه وسلم, തഫ്സീർ റാസിയിൽ കാണാം, മൻ സ്വാമ യൗമൻ മിന അശ്ഹുരില്ലാഹിൽ ഹുറും, അല്ലാഹു യുദ്ധം ഹറാമാക്കിയ മാസങ്ങളിൽ ഒരാൾ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചാൽ കാന ലഹു ബികുല്ലി യൗമിൻ 30 യൗമ, ഓരോ ദിവസത്തെ നോമ്പിനും 30 ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന്. ഒരു ദിവസത്തെ നോമ്പിന് 30 ദിവസത്തിന്റെ നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി തഫ്സീർ റാസിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു നോമ്പിന്, റജബിലെ ഒരു നോമ്പിന് 30 ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കും. ഇനി 9ാമത്തതോ, ഇതൊക്കെ വിശദീകരിക്കാൻ ഓരോന്ന് വിശദീകരിക്കേണ്ടതിനും സമയത്തിന്റെ ദൈർഘ്യം എന്ന് ഞാൻ ചുരുക്കി പറയാം. ഇനിയോ 9ാമത്തത് ഇസ്രാ മിഅ്റാജിന്റെ മാസമാണ്. ഇസ്രാ ഒരു നോമ്പിന് 30 കൂലിയുടെ നോമ്പിന്റെ പ്രതിഫലം കിട്ടുന്ന 8ാമത്തത്. 9ാമത്തതോ, റജബിലെ നോമ്പിന് സ്വർഗത്തിലൊരു കൊട്ടാരം അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. റജബിലെ നോമ്പിന് ഹദസന ആമിർ ഇബ്നു ശിബിൽ റളിയല്ലാഹു അൻഹു ഖാല സമീഅതു അബാ ഖിലാബത യഖൂലു, അബൂ ഖിലാബ എന്നവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഫിൽ ജന്നത്തി ഖസ്റുൻ ലിസ്വാമി റജബിൻ, റജബിൽ ധാരാളമായി നോമ്പെടുക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിലൊരു പ്രത്യേക കൊട്ടാരമുണ്ട് എന്ന് ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മഹാനായ ആമിർ ബിൻ ഷിബിൽ എന്നിവർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോ റജബില് ധാരാളം നോമ്പ് അനുഷ്ഠിക്കണം. ആ നോമ്പ് സുവാമ് എന്നാ പറഞ്ഞത്. ധാരാളം റജബില് ധാരാളമായി നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തില് പ്രത്യേക കൊട്ടാരം അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. ഈ 10ാമത്തതോ, റജബ് ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു
ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു വസ്സമീഉൽ ബസീർ. സൂറത്ത് ഇസ്രായിൽ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത്, ഇസ്രാ മിഅ്റാജ് നടന്ന് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ സമ്മാനമായ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഈ ഉമ്മത്തിന് നൽകിയ മാസമാണ് പരിശുദ്ധമായ റജബ്, അഥവാ നിസ്കാരത്തിന്റെ വാർഷിക മാസം കൂടെയാണ്. ഇങ്ങനെ 10 നന്മകൾ പരിശുദ്ധമായ റജബിന് അല്ലാഹു സുബ്ഹാനഹു വതആല കണക്കാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഉൾക്കൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ തൗഫീഖ് നൽകി